പാലക്കാട് കൽമണ്ഡപത്ത് പൂട്ടിക്കിടന്ന വീടുകൾ കേന്ദ്രീകരിച്ച് വൻ കവർച്ച. കൽമണ്ഡപം പ്രതിഭാ നഗർ ലൈൻ 1-ലാണ് മോഷണം നടന്നത്. ഒരു വീട്ടിൽ നിന്ന് 30 ലക്ഷത്തിലധികം വില വരുന്ന സ്വർണവും പണവും മോഷണം പോയി. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. CCTVയിലെ സമയപ്രകാരം ഇന്ന് പുലർച്ചെ 1:30-യോടെയാണ് മോഷ്ടാവ് കൽമണ്ഡപം പ്രതിഭാ നഗറിലെ വീടുകളിലേക്ക് എത്തുന്നത്. മുഖം മറച്ച് ഒരു കവറുമായി ഇയാൾ നടന്നു വരുന്നതും ഗേറ്റ് ചാടി കടക്കുന്നതും CCTVയിൽ വ്യക്തമാണ്. കമ്പിപ്പാര ഉപയോഗിച്ചാണ് 3 വീടുകളുടെയും മുൻവാതിലുകൾ തകർത്തിരിക്കുന്നത്. ഇതിൽ 2 വീടുകളിൽ കുറച്ചു കാലമായി ആരും താമസമില്ല. പൂട്ടിക്കിടന്ന 3ാമത്തെ വീട്ടിലുള്ളവർ തിരുവനന്തപുരത്തേക്ക് വിനോദയാത്ര പോയിരിക്കുകയായിരുന്നു. സംഭവിച്ചത് രാവിലെ 7:30-യോടെ സർവന്റ് ക്ലീൻ ചെയ്യാനായിട്ട് തൊട്ട വീട്ടിൽ നിന്ന് ചാവി മേടിച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് സംഭവം ഇവിടുന്ന് മോഷണ ശ്രമം നടന്നിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ അവർ അയൽവാസികളെയും ഇവിടുത്തെ കോളനി അസോസിയേഷൻ പ്രസിഡന്റ്, സെക്രട്ടറി, പഞ്ചായത്ത് മെമ്പർ എന്നിവരെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോൾ തന്നെ പോലീസുകാരെ അറിയിച്ച് പോലീസുകാർ വന്നപ്പോഴാണ് ഇത്രയും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ 2 വീടുകളിലും കൂടി മോഷണ ശ്രമം നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. പക്ഷേ അവിടെയൊന്നും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന ഈ വീടിൻ്റെ മുമ്പത്തുനിന്നാണ്. മുൻകാലങ്ങളിലും ഇതേമാതിരി ഈ നഗറിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു കൊല്ലം മുമ്പ്, ഏകദേശം 1 കൊല്ലം മുമ്പ് തൊട്ടപ്പുറത്തെ സന്ധില് പട്ടാപ്പകൽ തന്നെ ഒരു മോഷണ ശ്രമം നടന്നിരുന്നു. 30 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു എന്ന് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് അറിയുന്ന ആളാണ് മോഷണം നടത്തിയത് എന്നാണ് പോലീസ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ കൃത്യമായി ഇയാൾക്ക് മറ്റാരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് വിലയിരുത്തുന്നു.